ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ടു ബിന്നീസ്. ഇന്ന് അൺസ്റ്റിച്ചഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയാണ് ഈ കാണിക്കുന്ന, ഷോളാണ് ഇത്. ഇതും അതേ മെറ്റീരിയൽ, നല്ല ഒരു ഗോൾഡൻ സെറി വീവിങ്ങും എല്ലാം കൊടുത്ത് നല്ല ബൂട്ടാസാണ്. ചെറിയ ചെറിയ പ്രിന്റുകളാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ വരും, ഇതിൻ്റെ ലോവർ പാർട്ട് ഇതാ ഇങ്ങനെ വരും. 3 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് യെല്ലോ, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളർ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തായാലും ചെറിയൊരു കളർ വേരിയേഷൻസ് ഉണ്ടാകും. എന്ന് വെച്ച് പച്ച മഞ്ഞയായിട്ടോ അങ്ങനെയല്ല, ഒരു 1-2%. അതിപ്പോൾ ഏത് ഫോണിൽ പിടിച്ചാലും എല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, ചെറിയൊരു കളർ വേരിയേഷൻസ് കാണുന്നുണ്ട്. അത് തീർച്ചയായും കാണിക്കും. അത് നമ്മുടെ ആരുടെയും തെറ്റില്ല. നമ്മൾ പരമാവധി ഇതിപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ ഫോണാണ്, കാരണം ഒരു കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സെല്ലർമാരൊക്കെ അവരൊക്കെ ഇട്ട് തരുന്ന ഫോണിലാണെങ്കിൽ പോലും നല്ല വേരിയേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അത് ആരുടെയും തെറ്റല്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വൺ ഈ ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് ഗോൾഡൻ്റെ, ഇത് വീവിങ് ആണ്, അല്ലാതെ സ്റ്റിക്കറോ അങ്ങനെയൊന്നും അല്ല, സീക്വൻസ് ഒന്നുമല്ല, ഇത് വീവിങ് ആണ് കേട്ടോ. ഇതിൽ നല്ലൊരു പാച്ച് വർക്ക് തന്നിരിക്കുന്നു, പിന്നെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്ക്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കോട്ടൺ സിൽക്കാണ്. ബാക്ക് പ്ലെയിൻ ആണ്. പിന്നെ വേറെ എന്താ, കോട്ടൺ സിൽക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ മെറ്റീരിയൽ നമ്മൾ മുറിച്ച് വാങ്ങുമായിരുന്നു. ഷോപ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ മേടിക്കുന്ന ഒരു മെറ്റീരിയൽ. അതിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലേസിങ് കൊണ്ട് ഒതുങ്ങി കിടക്കും. അത് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം. നല്ല ഒതുങ്ങി നിന്നോളും, നമുക്ക് നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് എന്താ പറയുക, മെറൂൺ കളറാണേ. ഒരു ചെറിയൊരു ബ്രൗണോ അങ്ങനെ എന്തോ ചേർന്ന് ഈ കാണുന്ന ഈ കളർ തന്നെയാണ് കേട്ടോ ബോട്ടം തന്നിരിക്കുന്നത്. ഇനി ഇത് ഇഷ്ടമല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് ഒരു ബ്ലാക്ക് ബോട്ടം ഇല്ലാത്ത, ബ്ലാക്കും വൈറ്റും ഒന്നും ബോട്ടം ഇല്ലാത്ത ആരുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഷോളും കൂടെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നല്ല മെറ്റിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബോട്ടം അടിക്കാനോ വേറെ ഏതെങ്കിലും ടോപ്പിന് ബോട്ടം അടിക്കാനോ അല്ലെങ്കിൽ ഒരു ലൈനിങ് ആയിട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു മെറ്റീരിയൽ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പം ഇതിൻ്റെ ഷോള് ഇതാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ഇത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ. ശരിക്കും വേണമെങ്കിൽ ഒരു പാർട്ടി വെയറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കുറേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവ്യൂ. അടുത്തതിൻ്റെ ഷോൾ ആദ്യം പരിചയപ്പെടുത്താം. ഇതിലിങ്ങനെ ഒരു ഗോൾഡൻ സെറി വീവിങ് ഒക്കെ തന്നിട്ട് എന്താ പറയുക, കോട്ടൺ സിൽക്കിൻ്റെ ഷോളാണ്. ഫുൾ ഫ്ലവർ പ്രിന്റുകളാണ്. ഇതിൻ്റെ താഴെ വരെ ഈ പ്രിന്റുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. വേറെ ഇവിടെ എക്സ്ട്രാ വേറെ ഡിസൈൻസ് ഒന്നുമില്ല. താഴെ ഭാഗത്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് ആ ഒരു ഗോൾഡൻ സെറിയുടെ വീവിങ് തന്നിട്ടുണ്ട്. ഈ ലൈറ്റ് ഈ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ചുരിദാറിൻ്റെ നിറം. നല്ല ഭംഗിയായി. അതിൻ്റെ യോക്ക് പോർഷനിൽ നല്ലൊരു എന്താ പറയുക പാച്ച് വർക്കൊക്കെ തന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ. കോട്ടൺ സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ. ഇതാണ് ഇതിൻ്റെ കളറ്. ഒരു ലൈറ്റ് യെല്ലോ. ഇതാ ബാക്കിലോട്ട് വരുമ്പോൾ കാണുന്ന ഈ കളറാണ് കേട്ടോ. ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ അത്ര അങ്ങോട്ട് കറക്റ്റ് കളർ കിട്ടുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതാണ് യോക്ക് പാർട്ടിൽ തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്ക്. ഇതിനെല്ലാം കോൺട്രാസ്റ്റ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള ബോട്ടമാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഈ ഷോളും ഇതൊക്കെ അങ്ങ് പെയർ ചെയ്യുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കും. നല്ലൊരു വെറൈറ്റി പാറ്റേൺ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിവ്യൂ. അടുത്തത് നല്ലൊരു മെറൂണും പർപ്പിളും കൂടെ ബ്ലെൻഡായിട്ട് വരുന്ന ഒരു കളർ കേട്ടോ. എന്നാൽ കറക്റ്റ് മെറൂൺ ആണെന്ന് വെച്ചാൽ അതുമല്ല, പർപ്പിൾ ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, രണ്ടും കൂടെ വരുന്ന നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് ഇത്. ഇതിൽ ഈ തന്നിരിക്കുന്നതൊക്കെ ചെറിയ എംബ്രോയിഡറി വർക്കാണ്, വീവിങ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ മൈന്യൂട്ട് സീക്വൻസ് വർക്ക് ചെയ്ത് ഒരു പാച്ച് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബീഡ്സ് വർക്കും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബീഡ്സിൻ്റെ വർക്കാണ്. താഴെ ടോപ്പിൻ്റെ താഴെ ഭാഗത്ത് ഒരു പൈപ്പിങ്ങും തന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രീൻ കളറാണ് കേട്ടോ. ഒരു ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളർ. അതായത് ഷോളിലും ഈ യോക്കിലും ഏത് കളറാണോ വരുന്നത് ആ കളറാണ് ബോട്ടം വന്നിരിക്കുന്നത്.
പക്ഷെ നല്ല ഭംഗിയുണ്ടാവും. കോൺട്രാസ്റ്റൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എല്ലാം സെയിം കളർ ഇരിക്കുന്നതിലും ഒരു കോൺട്രാസ്റ്റൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലെ പ്രിൻ്റാണ്, ഇതെല്ലാം പ്രിൻ്റാണ്. കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ. ബ്യൂട്ടിഫുള്ളായ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. നോക്കൂ, ഒന്ന് വാങ്ങി ട്രൈ ചെയ്യൂ കേട്ടോ എല്ലാവരും. ഇതാണ് ഇതിൻ്റെ റിവ്യൂ.